ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ദൈവം ഒരു കുഞ്ഞു മനുഷ്യനായി പിറന്ന് നമ്മളെ അതിശയിപ്പിച്ച ദിനമാണ് ക്രിസ്മസ്. നമ്മുടെ കയ്യിൽ ഒതുങ്ങാൻ പാകത്തിൽ ചെറുതാകുന്ന ഒരു ദൈവം, അത്യുന്നതനായ ദൈവം എല്ലാം ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമ്മൾ ആരാ? നിസാരരും ബലഹീനരുമാണ്. നമുക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വന്ന ദൈവത്തെ, ആ ദൈവപുത്രനെ നമ്മൾ ഇന്ന് അനുഭവിക്കണമെങ്കിൽ നമ്മളെക്കാളും ചെറിയവരും ബലഹീനരുമായവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചേരുമ്പോൾ ദൈവപുത്രൻ ജനിക്കുന്നു. ദൈവപുത്രൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്താ? സ്വാതന്ത്ര്യവും ആനന്ദവും. ഉദാഹരണത്തിന്, ഒരു സുന്ദരി പ്രാവിനെ പിടിച്ച് കൂട്ടിലാക്കി അതിന് സമയാസമയവും ഭക്ഷണവും വെള്ളവും കൊടുത്താൽ എന്ത് സംഭവിക്കും? എന്ത് തോന്നും? പ്രാവിന് സന്തോഷം തോന്നും. എന്നാൽ ആ പ്രാവിൻ്റെ കൂടിൻ്റെ വാതിൽ തുറന്ന് പ്രാവിനെ പറന്നു പോകാൻ അനുവദിച്ചാലോ പ്രാവിന് എന്ത് കിട്ടും? സ്വാതന്ത്ര്യം കിട്ടും. ഇതുപോലെ തീർച്ചയായും ലോകത്തിന് നമ്മൾ കുറച്ചു നേരം സന്തോഷിപ്പിക്കാൻ പറ്റും, ഉറപ്പാണ്. എന്നാൽ പരിപൂർണമായ സ്വാതന്ത്ര്യം ഈ ഉള്ളിൽ നിന്നാണല്ലോ സ്വാതന്ത്ര്യം വരുന്നത്. ഈ ഹൃദയത്തിലെ സ്വാതന്ത്ര്യം തരാൻ ക്രിസ്തുവിന് മാത്രമേ പറ്റൂ. ദൈവത്തിന് മാത്രമേ നമുക്ക് ആ സ്വാതന്ത്ര്യം, ആ ആനന്ദം വിളമ്പിത്തരാൻ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പക്കലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ആട്ടിടയന്മാരെ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു, ദൂതറിയിച്ചു, അവർ കർത്താവിനെ സ്തുതിച്ചു, അപ്രത്യക്ഷമായി. ഉടനെ തന്നെ ഇടയന്മാർ പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം. അവർ ഉടനെ അതിവേഗം, എന്തെന്ന് വെച്ചാൽ തിടുക്കത്തിൽ വേഗം ബാക്കിയെല്ലാം മാറ്റിവെച്ച് അവർ ബത്ലഹേമിലെ ശിശുവിനെ ആരാധിക്കാൻ വേണ്ടി പോയി. ജ്ഞാനികളായ 3 രാജാക്കന്മാർ, പൗരസ്ത്യ ദേശത്തിലെ രാജാക്കന്മാർ, ആകാശത്തിൽ ഉദിച്ച നക്ഷത്രം ഹൃദയത്തിൽ തെളിഞ്ഞപ്പോൾ അവരെല്ലാം മാറ്റിവെച്ച് ബത്ലഹേമിലേക്ക് പുറപ്പെട്ടു. ഓക്കെ, അപ്പൊ ഹേറോദോസിനെ പോലെ അറിഞ്ഞിട്ട് നിശ്ചലനായി അവിടെ തന്നെ നിന്നില്ല, അവർ അന്വേഷിച്ചിറങ്ങി. ഇനി 3ാമത് കാലങ്ങൾ കടന്നുപോയി. ഇമാവോസിലേക്ക് അസ്വസ്ഥരായി നടന്നുപോയ 2 ശിഷ്യന്മാർ, കൂടെ നടന്നവൻ മരത്തിൽ തൂക്കി കുരിശിൽ തറച്ച് അടക്കം ചെയ്ത ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ആ രാത്രി തന്നെ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇതുപോലെ പ്രിയമുള്ളവരെ, നമുക്ക് സ്റ്റക്കായി ഹെരോദോസിനെ പോലെ അറിഞ്ഞിട്ടും ദൂതറിഞ്ഞിട്ടും അവിടെ തന്നെ നിൽക്കാതെ ആ പ്രകാശത്തിലേക്ക്, ബത്ലഹേമിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഈ ക്രിസ്മസിനെ നമുക്കൊരു ഇതുമായി ബന്ധപ്പെട്ട 2 വചനം ചൊല്ലി പ്രാർത്ഥിച്ചാലോ? ഒന്ന്, വിലാപങ്ങൾ 5:21 പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഓക്കെ, ഇങ്ങനെ പോകണ നമ്മൾ തിരിഞ്ഞു നടക്കണം. ഓക്കെ, അതിലേക്ക് ഞങ്ങളെ തിരിക്കണമേ. അതുപോലെ തന്നെ സങ്കീർത്തനം 119:36, ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയം തിരിക്കണമേ. എന്ത് നല്ല പ്രാർത്ഥനയാ! നമുക്ക് സ്വയമേവ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ബലഹീനരാണ്. ക്രിസ്തുവിനോട് തന്നെ ചോദിക്കാം. ആ പ്രകാശം നോക്കി നമുക്ക് നടക്കാം. അങ്ങനെ പ്രകാശത്തെ അനുഭവിക്കുകയും മറ്റൊരു പ്രകാശമായി മാറുവാൻ ഉണ്ണി ഈശോ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.